സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തി. പവന് 720 രൂപയും ഗ്രാമിന് 90 രൂപയുമാണ് കുറഞ്ഞത്. 1,11,080 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. സംസ്ഥാനത്ത് സ്വർണത്തിന്റെ വില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 1,17,400 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. എന്നാൽ പിന്നീട് ഉച്ചയാകുമ്പോഴേക്കും സ്വർണത്തിന്റെ വില കുറഞ്ഞിരുന്നു. 1,15,800 രൂപയായി കുറഞ്ഞ സ്വർണ്ണവിലയിലാണ് ഇന്നും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവന് 720 രൂപയും ഗ്രാമിന് 90 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. 1,15,080 രൂപയാണ് ഇന്നൊരു പവൻ സ്വർണത്തിന് നൽകേണ്ടത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,385 രൂപയാണ്. ഇന്നലെ ഉച്ചയോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,475 രൂപയായിരുന്നു. ഈ മാസം 13-ാം തീയതിയായിരുന്നു ഗ്രാമിന് കൂടിയ വിലയായ 15,390 രൂപ രേഖപ്പെടുത്തിയത്. മെയ് 5-നാണ് ഗ്രാമിന് കുറഞ്ഞ തുകയായ 13,675 രൂപ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വർണത്തിന്റെ വിലയിൽ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1,11,720 രൂപയായിരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില. പിന്നീട് വില കുറഞ്ഞ് മെയ് 5-ാം തീയതി ആയപ്പോഴേക്കും 1,09,400 രൂപയിൽ വരെ എത്തിയിരുന്നു. ഇതായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഇവിടെ നിന്ന് സ്വർണത്തിന്റെ വിലയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടമാണ് ഈ മാസം ഉണ്ടായത്. മെയ് 13-ാം തീയതി ആയപ്പോഴേക്കും ഒറ്റയടിക്ക് 10,000 രൂപയോളം വർദ്ധിച്ച് 1,23,120 രൂപയിൽ വരെ എത്തി. ഇവിടെ നിന്ന് പതിയെ വില കുറഞ്ഞാണ് ഇന്ന് 1,15,080 എന്ന നിരക്കിലേക്ക് എത്തിയത്. സ്വർണത്തിന്റെ വില വരും ദിവസങ്ങളിൽ വീണ്ടും കുറയുമോ അതോ വർദ്ധിക്കുമോ എന്നാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിച്ചതാണ് സ്വർണ്ണവില കൂടാനുള്ള പ്രധാന കാരണം. 6% നിന്നും 15%-ആയാണ് ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടിയത്. മെയ് 13-ന് 1,23,120 എന്ന റെക്കോർഡ് നിരക്കിലെത്താൻ കാരണവും തീരുവ കൂട്ടിയത് തന്നെയാണ്. എന്നിരുന്നാലും സ്വർണത്തിന്റെ വില ഇത്തരത്തിൽ 1,00,000-ന് മുകളിൽ കടന്നത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ്. ഇതോടെ സ്വർണത്തെ മറന്ന വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും കവറിംഗ് ആഭരണങ്ങളിലേക്ക് ആളുകൾ കടന്നു. പശ്ചിമേഷ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് സ്വർണത്തിന്റെ വിലയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനയുടെ പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും സ്വർണത്തിന്റെ നിരക്കിനെ എപ്രകാരം ബാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. മാത്രമല്ല സംഘർഷങ്ങൾ അവസാനിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ് സ്വർണത്തിന്റെ വില കൂടാനും കാരണമാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.